ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള പഠന പരമ്പരയുടെ 47ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം റോമർക്കെതിരെ ലേഖനം. ഒരു പുതിയ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തൻ്റെ വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനമായിരിക്കേണ്ട സ്വർഗീയ ആത്മീക വിഷയങ്ങൾ അടങ്ങുന്ന പുതിയമത്തിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിത്തന്ന ലേഖനമാണ് റോമാലേഖനം. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന വിഷയങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും ഗഹനമായ ഈടുറ്റ ലേഖനം റോമർക്കെതിരെ ലേഖനം. ഈ ലേഖനത്തിൻ്റെ 2ാം അധ്യായത്തിൽ നമ്മളായിരിക്കുകയാണ്. വളരെ നിർണായകമായൊരു ചോദ്യമാണ് അപ്പോസ്തലൻ ഉന്നയിക്കുന്നത്. യഹൂദന്മാരോടാണ് തൻ്റെ ആരോപണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിമഞ്ചകളെയും ആത്മാവിനെയും വേർപിടിക്കുന്നത് തുളച്ചു ചെല്ലുന്നതും എല്ലാം വിവേചിച്ച് എല്ലാം വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നതുമായതുകൊണ്ട് നാം ഈ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ യഹൂദനോട് മാത്രമല്ല, നമ്മോട് ദൈവം സംസാരിക്കുകയാണ്, നമ്മോട് ദൈവം ഇടപെടുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കണം. ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചു, ആരാണ് യഥാർത്ഥ യഹൂദൻ? യഥാർത്ഥ യഹൂദൻ ആരാണ്? ഈ ചോദ്യമാണ് ഉന്നയിച്ചത്. ഭൂമുഖത്ത് ദൈവം വിളിച്ച് വേർതിരിച്ച വിശേഷതയുള്ള ജനസമൂഹം, ദൈവം തൻ്റെ ന്യായപ്രമാണം ഭരമേൽപ്പിച്ച സമൂഹം, വാഗ്ദത്തങ്ങളും പ്രവാചകങ്ങളും മശികയും എല്ലാം ദൈവം ഏൽപ്പിച്ച ആരാധനയും നൽകിയ സമൂഹം, ഒരു പ്രത്യേക ഉടമ്പടി ബന്ധം ദൈവം അനുവദിച്ച സമൂഹം. പൗലോസ് ചോദിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ യഹൂദനാണോ? അവരൊരു പക്ഷേ അഭിമാനം കൊള്ളുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണം ഞങ്ങളുടെ കയ്യിൽ പരമേൽപ്പിച്ചു. പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ പരമേൽപ്പിച്ചു, പക്ഷെ നിങ്ങളത് അനുസരിക്കുകയോ അതുപ്രകാരം നടക്കുകയോ ചെയ്യാത്തത് കൊണ്ട്, ഈ പ്രമാണം കിട്ടിയതുകൊണ്ട് എന്ത് ഗുണം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വെളിപ്പെട്ടതായ ദൈവിക സത്യങ്ങൾ പുതിയ ഉപദേശകം നമുക്ക് ലഭിച്ചു, അതുകൊണ്ട് എന്ത് ഗുണം? അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി വചനം മാറുന്നില്ലെങ്കിൽ, ദൈവത്തിന് നമ്മൾ കയ്യിൽ നൽകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ അവരുടെ അഭിമാനമായിരുന്നു ദൈവത്തിൻ്റെ പ്രമാണം ഞങ്ങളുടെ കയ്യിൽ പരമേൽപ്പിക്കപ്പെട്ടു. റോമർക്കെതിരെ ലേഖനം 2ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് കൈകാര്യം ചെയ്തത്. വ്യക്തമായി കാണിച്ചെടുത്തു, പ്രമാണം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവം നിങ്ങളോട് പ്രമാണം ഉടമ്പടി ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ആ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണപ്രകാരം അനുസരിക്കാത്തവനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്നാണ് ആവർത്തന പുസ്തകം. 2ാമത് യഹൂദന്മാർ അഭിമാനം കൊണ്ട ഊറ്റം കൊണ്ടത് പരിച്ഛേദന കർമ്മം, ലിംഗാഗ്ര ചർമ്മഛേദനം അല്ലെങ്കിൽ ചേലാകർമ്മം. 8ാം നാളിൽ പുരുഷപ്രജയൊക്കെ അനുഭവിക്കേണ്ട അബ്രഹാമിൻ്റെ ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളം. അവരത് അനുഭവിച്ചവരാണ്, ഏറ്റെടുത്തവരാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണം? ശരീരത്തിലുള്ള അടയാളം വഹിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ടുണ്ടോ? യഥാർത്ഥ പരിച്ഛേദന എവിടെയുള്ളതാണ്? ഇതൊക്കെയാണ് പൗലോസ് ഉന്നയിക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നത്. 2ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വേദഭാഗം 25 മുതൽ വായിക്കാം. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. വളരെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വിശദമായി പഠിച്ചതാണ്. അതിലേക്ക് വീണ്ടും പൂർണ്ണമായി കടന്നു പോകാൻ പറ്റില്ല. അപ്പം നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത്. അപ്പോൾ ന്യായപ്രമാണം ആചരിക്കുന്നില്ലെങ്കിൽ, കൽപ്പനകൾ പ്രമാണിക്കുന്നില്ലെങ്കിൽ ഈ ചടങ്ങ് കൊണ്ട് എന്ത് ഗുണം? പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ? ദൈവം നൽകിത്തന്ന നിനക്ക് തന്ന പ്രമാണം നീ അനുസരിക്കാത്തവനാണെങ്കിലോ, നിനക്ക് ലഭിച്ച ഈ പരിച്ഛേദന, നീ ഏറ്റെടുത്ത പരിച്ഛേദന അത് ചെയ്യാത്തതുപോലെയാണ്. നീ വീണ്ടും ജനിച്ച ദൈവപൈതലാണ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ. പക്ഷെ ദൈവനെ വായിക്കുകയോ പഠിക്കുകയോ അറിയുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നീ എന്തിനാണ് ദൈവപൈതലായത്? നീ സ്നാനമേറ്റത് എന്തിന്? അതുകൊണ്ട് എന്ത് ഗുണം? നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായില്ലേ? നീ പരിച്ഛേദന ഏൽക്കാത്തവനെ പോലെയല്ലേ? 27 വാക്യം, അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ, അതായത് പരിച്ഛേദന എന്ന നിയമം സ്വീകരിക്കാത്ത, അത് ആവശ്യമില്ലാത്ത പുറജാതിക്കാരൻ ന്യായപ്രമാണത്തിലെ നിയമങ്ങളനുസരിച്ച് തത്വങ്ങളനുസരിച്ച് ജീവിതം ക്രമീകരിക്കുമ്പോൾ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന സ്വീകരിക്കാത്ത അവൻ ശരിക്കും ദൈവത്തിൻ്റെ പൈതലായി മാറുകയല്ലേ? പരിച്ഛേദന എന്ന് അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന നേടുകയല്ലേ? അത് വെറും ചടങ്ങല്ല അവനെ സംബന്ധിച്ച്. അവൻ്റെ ജീവിതത്തിൽ പ്രമാണത്തിൽ ദൈവം ആവശ്യപ്പെട്ട നിലവാരം അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ പരിച്ഛേദന ഏറ്റിട്ടില്ല. പക്ഷെ അവൻ്റെ ജീവിത നിലവാരം അവൻ പരിച്ഛേദന ചെയ്ത യഹൂദനെ പോലെയല്ലേ? ഇതല്ലേ ദൈവം ആവശ്യപ്പെടുന്നത്? 27 വാക്യം, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ, പുറജാതിക്കാരനായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന പൂർണ്ണമായി എല്ലാ 600 പരം കൽപ്പനകൾ അനുസരിക്കുന്നല്ല,
അതിൻ്റെ യഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥ. ഇപ്പോൾ സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായി നിന്നെ അവൻ വിധിക്കുകയില്ലയോ? യഹൂദന്മാർ തകർന്നു പോയതായ ആരോപണങ്ങളാണ്. അവർ വിചാരിച്ച് നമ്മൾ ലോകത്തിലെ വലിയ ഉന്നതമായ ജനസമൂഹമാണ്, ജാതികളുടെ പ്രകാശമാണ്, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നവനാണ്, മറ്റൊരു ഉപദേശം കൊടുക്കുന്നവനാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, രാജകീയ പുരോഹിതവർഗമാണ്. എല്ലാവരെയും ഒരു വല്ലാതെ കുറ്റപ്പെടുത്തി കളിയാക്കി. പക്ഷെ പൗലോസ് പറഞ്ഞു, മറ്റുള്ളവർ നിന്നെ ഇപ്പോൾ വിധിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടും പ്രമാണങ്ങളും പുതിയ ഉപദേശങ്ങൾക്ക് ലഭിച്ച നീ നിൻ്റെ ജീവിത രീതി കണ്ട് പുറത്തുള്ളവർ, വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്ത നിന്നെ നോക്കി ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് അവർ പരിഹസിക്കുകയാണ്. നിങ്ങൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുകയാണ് ജാതികളുടെ ഇടയിൽ. ഇതാണ് അവിടെയും പറയുന്നത്, ഇവിടെയും പൗലോസ് പറയുന്നത്. ഇപ്പോൾ സ്വഭാവത്താൽ അഗ്രചർമ്മിയാവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ നിനക്ക് അക്ഷരം പ്രമാണമുണ്ട്, പരിച്ഛേദനയുമുണ്ട്. പക്ഷെ നീ ന്യായപ്രമാണം ലംഘിയാണ്, കൽപ്പന ലംഘിച്ചാണ് നീ ജീവിക്കുന്നത്. അപ്പോൾ ഈ പുറത്തുള്ള പ്രജാതിക്കാരൻ നിന്നെ വിധിക്കും. നിനവെ പട്ടണക്കാർ ന്യായവിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പോലും കർത്താവ് യേശുക്രിസ്തു മത്തായി 12 പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയാണ് ഇവിടെ നേരിടുന്നത്. എന്നിട്ട് 28-29 വാക്യത്തിൽ പൗലോസ് എന്താണ്, ആരാണ് യഥാർത്ഥ യഹൂദൻ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല. ചടങ്ങും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് പാരമ്പര്യത്താൽ ഞാൻ യഹൂദനാണ് എന്ന് ഊറ്റം കൊള്ളുന്നതിനോട് പറഞ്ഞു, പുറമേ നീ കാണിക്കുന്ന ഈ അടയാളങ്ങളുണ്ടല്ലോ, അതൊന്നും നിന്നെ യഹൂദനാക്കില്ല. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. ഇതല്ല പരിച്ഛേദന. യഥാർത്ഥ ദൈവം ആവശ്യപ്പെടുന്ന ആ ബന്ധം, ദൈവമായുള്ള ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന ഈ പുറമേ ഒരു അഗ്രം, ഒരു ചേലാകർമ്മം, ലിംഗത്തിൻ്റെ അഗ്രം ഛേദിച്ച് കളഞ്ഞതായ അവസ്ഥയല്ല അത് വേണം. പക്ഷേ അതല്ല, അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് തുടർന്നുള്ള പാഠങ്ങൾ ഇത് പഠിക്കും. പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദന അത്രയേ പരിച്ഛേദന. നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ദൈവമുള്ളൊരു ബന്ധം നീ ഹൃദയത്തിൽ ദൈവമായിട്ടുണ്ടോ? അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പുകഴ്ച കിട്ടും. മനുഷ്യർ കൈയടിച്ചെന്ന് വരില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ വളരെ വ്യക്തമായി ഞെട്ടിക്കുന്ന വിധത്തിൽ ഞെട്ടലുളവാക്കുന്ന സത്യങ്ങളാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്. ഒരുപക്ഷെ യഹൂദൻ്റെ മുഖം ഉയർത്താൻ പറ്റുന്നില്ല. അവൻ ഇതുവരെ ആശ്രയം വെച്ചതൊക്കെ പൊള്ളയായിരുന്നു ഇതിന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ യഹൂദൻ, അവന് ദൈവം പ്രമാണം കൊടുത്തു, പക്ഷെ അവൻ ന്യായപ്രമാണം ലംഘിയാണ്. അവന് അടയാളങ്ങളുണ്ട്, ദൈവമല്ല ഉടമ്പടി ബന്ധത്തിൻ്റെ അടയാളം പരിച്ഛേദനയുണ്ട്. പക്ഷെ ജീവിതം വളരെ വഴിവിട്ട രീതിയിലാണ്. പുറജാതിക്കാരൻ, അവന് ദൈവത്തിൻ്റെ പ്രമാണമില്ല, എഴുതപ്പെട്ട നിയമമില്ല. പക്ഷേ ആ പ്രമാണത്തിലുള്ളതായ തത്വങ്ങൾ അവനനുസരിക്കുമ്പോൾ തീർച്ചയായും യഹൂദൻ, നിയമം, അക്ഷരവും നിയമങ്ങളും എല്ലാം പ്രമാണമുള്ളവൻ, തീർച്ചയായിട്ടും അവനതനുസരിക്കാൻ കഴിയും. പ്രമാണമില്ലാത്ത പുറജാതിക്കാൻ ഇത് സാധിക്കുമെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ദൈവത്തിൻ്റെ സഹായമുള്ളവന് സാധിക്കില്ലേ? ഉദാഹരണത്തിന് ഒരു യൗവനക്കാരൻ, നല്ല സമ്പന്ന കുടുംബത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നൊരു സമ്പന്നനായ യുവാവ്, ഒരു കുട്ടി, അവർ സ്കൂളിൽ നൽകപ്പെട്ട ഹോംവർക്കിനെ ചൊല്ലി പരാതി പറയുകയാണ് അപ്പനോട്, ഇത് കുറച്ച് കട്ടിയാണ്, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി അടുത്ത് താമസിക്കുന്നത് വളരെ പാവപ്പെട്ട ദരിദ്രരായൊരു കുടുംബത്തിൽ. അപ്പൻ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക്, അവനിത് സാധിക്കുന്നു, അവനിത് കഴിയുന്നു. എന്ത് നിരാശാജനകമാണ് നിൻ്റെ അവസ്ഥ. ഇത്രയും സുഖ സൗകര്യങ്ങൾ നിനക്കുണ്ടായിട്ടും നിനക്കത് ബുദ്ധിമുട്ട്. പക്ഷെ അവൻ വളരെ ദാരിദ്ര്യത്തിൽ, കഷ്ടപ്പാടിൽ, വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പഠിക്കുന്ന അവന് ഇതൊക്കെ അവൻ കഴിയുന്നു, അവന് സാധിക്കുന്നു. യഹൂദന് ദൈവം എല്ലാ പ്രയോജനം, എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം കൊടുത്തു. അവന് പക്ഷെ അത് തിരിഞ്ഞു നോക്കുന്നില്ല, പ്രമാണ ലംഘിയാണ്. പക്ഷെ പുറജാതിക്കാരൻ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നു. അവനിപ്പോൾ യഹൂദനെ വിധിക്കുന്ന അവസ്ഥയിലെത്തി. അവന് തന്നെ ഒരു പ്രമാണമായി. അപ്പോൾ എന്താ പൗലോസ് ഇവിടെ പറയാത്തത്? പൗലോസ് എന്ത് പറയുന്നില്ല എന്ന് കേൾക്കണം. പൗലോസ് ഒരിക്കലും പറയുന്നില്ല പരിച്ഛേദനയ്ക്ക് എന്ന് പറയുന്ന ആ ശുശ്രൂഷയ്ക്ക് ഒരു ഭവിഷ്യത്തുമില്ല, അതുകൊണ്ട് പ്രാധാന്യമില്ല, അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കാര്യമില്ല എന്നല്ല പൗലോസ് പറയുന്നത്. ശരിയാണ്, ഇന്ന് പുതിയ കാലഘട്ടത്തിൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ പരിച്ഛേദന എന്ന നിയമത്തിന് ആത്മീകമായി യാതൊരു പ്രാധാന്യവുമില്ല. വൈദ്യശാസ്ത്രപരമായ ചില അണുക്കൾ വരാതിരിക്കാൻ ചില ആൺകുട്ടികൾക്ക് അത് ചേലാകർമ്മം നടത്താറുണ്ടാകും. അത് വൈദ്യശാസ്ത്രപരമായ കാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന മനുഷ്യരത് ആചാരമായി ചെയ്യുന്നവരുണ്ടാകാം. ദൈവവചനപ്രകാരം യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ച് ആത്മീകമായി യാതൊരു പ്രാധാന്യവും പരിച്ഛേദന കർമ്മത്തിനില്ല.
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അവിടെ പൗലോസ് പറയുന്നത്, പരിച്ഛേദന ഏൽക്കരുത്, പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. അപ്പോൾ ഊന്നൽ കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, ശരീരത്തിൽ അടയാളമുണ്ടോ എന്നല്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ട് പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരോട് പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അതേ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. എന്താണ് കാര്യം? എന്താണ് പ്രാധാന്യം? പുതിയ സൃഷ്ടി, ദൈവകൽപ്പന അനുസരിക്കുന്നത്, അതാണ് പ്രാധാന്യം. പക്ഷെ അതേസമയത്ത് മറക്കരുത്, ഈ പശ്ചാത്തലം, റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? പൗലോസ് കർത്താവ് യേശുവിൻ്റെ വരവിന് മുമ്പ്, കർത്താവ് യേശുവിൻ്റെ ആഗമനത്തിന് മുമ്പ് യഹൂദനും പുറജാതിയെക്കുറിച്ച് ഉള്ള അവസ്ഥ കാണിച്ചു തരികയാണ്. ആ ക്രമത്തിൽ, ആ കാലക്രമത്തിൽ പുറജാതിക്കാരനെ സംബന്ധിച്ച് അവന് യാതൊരു നിർബന്ധവും അവൻ്റെ മേലില്ല പരിച്ഛേദന ഏൽക്കാൻ. പരിച്ഛേദന ഏൽക്കാനുള്ള നിയമം അവനില്ല, അവൻ്റെ ആവശ്യമില്ല, അവനില്ല. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് പരിച്ഛേദന എന്നുള്ളത് വളരെ വളരെ ആവശ്യമായൊരു നിബന്ധനയാണ്. അത് ദൈവം വെച്ച നിയമത്തിനെയാണ്. യഹൂദ ബാലൻ 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ വ്യക്തമായി അതങ്ങനെ സ്വീകരിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താണ്? പുറപ്പാട് 12:48 ഇങ്ങനെ പറയും. ഇവിടെ പറയുന്നത്, ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതിൻ്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവന് അടുത്തു വരാം. അവൻ സ്വദേശിയെപ്പോലെയാകും. പരിച്ഛേദന ഇല്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ പെസഹ ആചരിക്കണമെങ്കിൽ പരിച്ഛേദന സ്വീകരിച്ചിരിക്കണം, വളരെ ആവശ്യമാണ്. മാത്രമല്ല, എസെക്കിയേലിൻ്റെ പുസ്തകം 44-ാം അധ്യായം, എസെക്കിയേൽ 44-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പ്രവാചകൻ പറയുന്നത് കേൾക്കാം. വളരെ വളരെ ശക്തമായൊരു താക്കീത് അവിടെ കാണാം പരിച്ഛേദന ഏൽക്കാത്ത യഹൂദനെ സംബന്ധിച്ച്. എസെക്കിയേൽ 44:9, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും അതായത് ദേഹത്തിൽ മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. ദൈവത്തിൻ്റെ ആലയത്തിൽ പോകാൻ പരിച്ഛേദന ഏൽക്കാത്ത ഒരാൾക്ക് അനുവാദമില്ല. ഇപ്പോൾ യഹൂദനെ സംബന്ധിച്ച് പരിച്ഛേദന ഇഷ്ടമുണ്ടെങ്കിൽ ആകാമെന്നല്ല, അവന് നിർബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:14 ദൈവം അബ്രഹാമിനോട് ഈ നിയമം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദന കൽപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് ഉൽപ്പത്തി 17:14 പറഞ്ഞു, അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം, അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ പരിച്ഛേദന യഹൂദനെ സംബന്ധിച്ച് പ്രധാനമാണ്, പുറജാതിക്കാരുടെ മേൽ നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ ആ വ്യത്യാസം കാണാതിരിക്കരുത്. യഹൂദനെ സംബന്ധിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ അത് പുറജാതിക്കാരൻ ഏൽക്കാതിരിക്കുന്നത് പോലെയല്ല. കാരണം അത് പുറജാതിക്കാരനുള്ള നിയമമല്ല, യഹൂദനുള്ള നിയമമാണ്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് പുതിയ ക്രിസ്ത്യാനിക്കുള്ളതായ കൽപ്പനയാണ്, വിഗ്രഹാരാധിക്കുള്ള കൽപ്പനയല്ല. ഇപ്പോൾ പുറജാതിക്കാരനെ സംബന്ധിച്ച് പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത് അവൻ്റെ നിയമമല്ല. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് അവൻ പരിച്ഛേദന ഏൽക്കണമെന്നുള്ള നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് യഹൂദൻ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ അവൻ ദൈവത്തിൻ്റെ ഉടമ്പടി നിയമത്തെ ലംഘിക്കുകയാണ്. പക്ഷേ പുറജാതിക്കാരൻ അതല്ല. പുറജാതിക്കാരൻ പരിച്ഛേദന ഏൽക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് അവനുള്ള നിയമമല്ല. അപ്പോൾ ഈ വ്യത്യാസം മറക്കരുത്. ഇപ്പോൾ ഒരു യഹൂദൻ പരിച്ഛേദന ഏറ്റതിന് ശേഷം, പരിച്ഛേദന സ്വീകരിച്ചതിന് ശേഷം അവൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ന്യായപ്രമാണം. ദൈവത്തുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ അടയാളമായ പരിച്ഛേദന സ്വീകരിച്ച യഹൂദൻ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ അവൻ്റെ പരിച്ഛേദന കൊണ്ട് പ്രയോജനമില്ല. ദൈവവൈതലായി തീർന്നു, വചനമനുസരിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കൂട്ടായ്മയില്ല, വചനപഠനമില്ല, ആരാധനയില്ല, ഒന്നുമില്ല. നീ എന്തിനാണ് വചനമനുസരിച്ചത്? നീ വചനമനുസരിച്ചത് വെറുതെയാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രയോജനമില്ല. ഇപ്പോൾ പൗലോസ് വ്യക്തമായി ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന, ഈ ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന സ്വീകരിക്കാത്ത പുറജാതിക്കാരൻ, അത് ആവശ്യമില്ലാത്ത പുറജാതിക്കാരൻ, അവനുമായി ദൈവമായിട്ട് ഉടമ്പടി ബന്ധമില്ല, ദൈവം അവന് നിയമം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൻ്റെ പരിച്ഛേദന അവന് ആവശ്യമില്ല, എങ്കിലും അവൻ
ന്യായപ്രമാണത്തിലുള്ളതായ കൽപ്പനകളുടെ അന്തസ്സത്തെ തിരിച്ചറിഞ്ഞനുസരിക്കുമ്പോൾ അവൻ ആത്മീയമായി കേമമാണ്, ശ്രേഷ്ഠമാണ്, ഉന്നതനാണ്. മറ്റവനേക്കാളും, ആരേക്കാളും? ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്ന യഹൂദനേക്കാളും. പക്ഷേ പ്രമാണമനുസരിക്കുന്നില്ല. ന്യായപ്രമാണം ലംഘിയായ യഹൂദനേക്കാളും അവൻ ശ്രേഷ്ഠനാണ്. ഇനി ഏതെങ്കിലും ഉദാഹരണം നമുക്ക് വ്യക്തമാക്കാൻ നല്ലൊരു ഉദാഹരണമുണ്ട് പുതിയ നിയമത്തിൽ. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം, പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കൊർന്നേലിയോസ് എന്ന പുറജാതിക്കാരൻ, ഒരു പുറജാതിക്കാരനായ പട്ടാളക്കാരൻ, കൈസരിയിൽ ഇറ്റാലിക്ക്, അതായത് ഇറ്റലി എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നു പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു, 100 പട്ടാളക്കാരുടെ അധിപൻ. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിനും വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. പുറജാതിക്കാരനാണ്, റോമൻ പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനാണ്, ശതാധിപൻ, 100 പട്ടാളക്കാരുടെ തലവനാണ്. പക്ഷെ അവന് ദൈവഭയമുള്ളവനാണ്. അവൻ സഹായം ചെയ്യുന്നു, പാവപ്പെട്ടവരെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു, യഹൂദന്മാരെ സഹായിക്കുന്നു. അവൻ ഈ പരിചയം അടയാളമില്ല, അവനത് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവൻ്റെ ജീവിതം എത്ര ഉദാത്തമാണ്. ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു. അവന് പ്രാർത്ഥിക്കാൻ ദൈവം ഇതിലായിട്ടില്ലെങ്കിൽ പോലും അവൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ശ്രദ്ധിച്ചു. ദൈവം ഏത് പ്രാർത്ഥനയും കേൾക്കും. ദൈവമക്കളാകണമെന്നില്ല, പക്ഷേ ദൈവം ശ്രദ്ധിച്ചതിന് ബാക്കി പറഞ്ഞു കൊടുക്കും. ദൈവം ഇതിലാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. കൊർന്നേലിയോസിന് വഴി പറഞ്ഞു കൊടുത്തു. മറുവശത്ത് വേറൊരാളെ കാണാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം. കൊർന്നേലിയോസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഭക്തനും ദാനധർമ്മം നൽകുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ഭവനം ഒരുമിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവനുമാണ്. മത്തായി 26-ാം അധ്യായത്തിൽ ഒരാളുണ്ട്, കയ്യഫാസ് എന്ന മഹാപുരോഹിതൻ. ദൈവമക്കളുടെ ഇടയിൽ ആത്മീയ കാര്യങ്ങളുടെ ഉത്തരവാദിത്വമുള്ള പരമോന്നതനായ അധികാരി, മഹാപുരോഹിതൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന 3-4 വാക്യങ്ങൾ മത്തായി 26. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫാ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. ആത്മീക നേതൃത്വത്തിലിരിക്കുന്ന ആത്മീക ഗുരു, ആചാര്യനായ മഹാപുരോഹിതൻ ലോകരക്ഷകനായി വന്ന ദൈവത്തിനെ ഉപായത്താൽ പിടിച്ച് കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. ഈ മനുഷ്യനെക്കുറിച്ച് അതേ അധ്യായത്തിൻ്റെ 57-ാം വാക്യം, 57-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം: യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുന്നിടത്ത് അവനെ കൊണ്ടുപോയി. അതിൻ്റെ 62 മുതലുള്ള വേദഭാഗം. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ച് മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിൻ്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക, ഇന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഇപ്പോൾ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കണ്ണത്തടിച്ച്, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്കാമെന്ന് പറഞ്ഞു. ഒരു മഹാപുരോഹിതൻ ചെയ്തു കൂട്ടിയ അതിക്രമം, അത് ലോകരക്ഷകനായ ദൈവപുത്രനോട്. മറുവശത്ത് കൊർന്നേലിയോസ്, ഒരു പുറജാതിക്കാരൻ, അവൻ്റെ ഭക്തി ഇത്ര വലുതാണ്. അതുകൊണ്ട് ന്യായപ്രമാണമുണ്ട്, പരിച്ഛേദന ഏറ്റു. ഇതൊന്നും ഒരുവനെ യഥാർത്ഥ യഹൂദനാക്കിയില്ല, ആക്കുകയുമില്ല. ഇത് ഭൗതികമായി. ഇനി ആത്മീകമായിട്ട് ഇസ്രായേലിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ആത്മീക ഇസ്രായേൽ, പൗലോസിൻ്റെ ഈ വാക്കുകൾ, യഹൂദനെക്കുറിച്ചുള്ള വാക്കുകളിൽ നിന്ന് ആത്മീക ഇസ്രായേലായി ദൈവത്തിൻ്റെ ജനത്തിനും പലതും പഠിക്കാനുണ്ട്. അപ്പോൾ യഹൂദന്മാർ വിചാരിച്ചത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പേ തലയുയർത്തി നിൽക്കാൻ കഴിയും. ഈ ആചാരാനുഷ്ഠാനങ്ങളാണ് ദൈവത്തിന് മുമ്പേ എന്നെ നിർത്തുന്നത്, ദൈവമുള്ള ബന്ധത്തിൽ ഞാൻ യോഗ്യനാണ് എന്ന് വിചാരിച്ചു. പരിചയം കൊണ്ടൊന്നും പ്രയോജനമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഒരു യഹൂദനാകുന്ന നിലയിൽ പ്രയോജനമില്ലേ? അനുഗ്രഹങ്ങളുണ്ട്. റോമർ 1 മുതൽ 3 വാക്യം നമ്മൾ കേട്ടു. പൗലോസ് വ്യക്തമായ എന്ത് വിശേഷത, എന്ത് യോഗ്യത. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവിടെ അവിശ്വാസത്തെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുന്നാളുമില്ല. യഹൂദന്മാർക്ക് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് റോമർ 1 മുതൽ 3 വരെ. യഹൂദന്മാർക്ക് പരിചയം ആവശ്യമില്ല, തീർച്ചയായും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവൻ യഹൂദനാകില്ല, ദൈവത്തിൻ്റെ ഉടമ്പടി പ്രവേശിക്കില്ല, ആ അടയാളം മുദ്ര കെട്ടില്ല. പക്ഷേ ഈ പരിച്ഛേദനയുണ്ട്, ന്യായപ്രമാണമുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിന് പകരമാണോ? ആചാര അനുഷ്ഠാനങ്ങൾ ദൈവകൽപ്പന അനുസരിക്കുന്നതിന് പകരമാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ ആത്മീയ ഇസ്രായേൽ ഇതായ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമ ക്രിസ്ത്യാനിത്യം പുനഃസ്ഥാപിക്കുക, വഴിവിട്ടുപോയ ക്രിസ്തീയ മാർഗത്തിലേക്ക് മനുഷ്യരെ മടക്കിക്കൊണ്ടുവരിക,
കർത്താവിൻ്റെ സഭയുടെ ദൗത്യമാണിത്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നു, ലോകമെങ്ങും പോയി കർത്താവിനെക്കുറിച്ച് അറിയിക്കുന്നു. കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കുന്നു, പാപമോചനത്തിനായി, പരിശുദ്ധ ദാനം ലഭിക്കുന്നതിനായി. അങ്ങനെ അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഒരുമിച്ച് കൂടുന്നു, കർത്തൃമേശ ആചരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഉപകരണ സംഗീതങ്ങളില്ലാതെ തന്നെ ദൈവത്തെ പാട്ടുപാടി ഹൃദയം കൊണ്ട് ആരാധിച്ച് സ്തുതിക്കുന്നു. ഇതൊക്കെ പ്രാധാന്യമുള്ളതാണോ? ഇതൊക്കെ ആവശ്യമുള്ളതാണോ? തീർച്ചയായും. ഇല്ലെങ്കിൽ നാം ഒരിക്കലും കർത്താവിൻ്റെ സഭയായി നിൽക്കില്ല. കർത്താവിൻ്റെ സഭയായി നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതുള്ളത് കൊണ്ട് കർത്താവിൻ്റെ മറ്റ് കൽപ്പനകൾ നമ്മൾ അവഗണിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ഉദാഹരണത്തിന് 1 യോഹന്നാൻ 4:7 അന്യോന്യം സ്നേഹിപ്പീൻ. ഗലാത്യ ലേഖനം 6:10 അവസരം കിട്ടുമ്പോൾ എല്ലാവരോടും നന്മ ചെയ്യുവീൻ. എഫേസ്യ ലേഖനം 4:32 മറ്റുള്ളവരുടെ ദയയും മനസ്സിലുമുള്ളവരായി അന്യോന്യം ക്ഷമിപ്പീൻ. റോമർ 12:18 കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനത്തോടെ വസിപ്പീൻ. മത്തായി 28:19 ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവിൻ. ഈ കൽപ്പനകൾ അവഗണിക്കണോ? ഞാൻ സ്നാനപ്പെട്ടു, ആരാധനയ്ക്ക് കൂടി വരുന്നു, ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുന്നു, അതുമാത്രം പോരാ, ബാക്കിയുള്ള കൽപ്പനകളും അനുസരിക്കണം. എങ്കിലേ യഥാർത്ഥ ക്രിസ്ത്യാനി, പുതിയ ക്രിസ്ത്യാനി ആവുകയുള്ളൂ. അപ്പോൾ ദൈവ കൽപ്പനകളെല്ലാം അനുസരിക്കാനുള്ളതാണ്. യഹൂദനെ സംബന്ധിച്ചിരിക്കും ന്യായപ്രമാണമുണ്ട്. ദൈവം ഞങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണം തന്നു, ഞങ്ങളെ മാത്രമാണ് ദൈവം സ്നേഹം ഉള്ളത്, ഞങ്ങൾക്ക് ഈ ന്യായപ്രമാണം തന്നു, ദൈവം തന്നെ വെളിപ്പെടുത്തി. ശരിയാണ്, നല്ല കാര്യം. പക്ഷെ അതെന്താ നിന്നോട് ആവശ്യപ്പെട്ടത്? ആ പ്രമാണം ജീവിതത്തിൽ കൊണ്ടുവരിക, പ്രമാണിക്കുക, ജീവിക്കുക. നിൻ്റെ ജീവിതത്തിൽ, യാത്രയിൽ, തീരുമാനത്തിൽ അതുണ്ടാകട്ടെ. പാതയ്ക്ക് പ്രകാശമാകട്ടെ, കാലിന് ദീപമാകട്ടെ. അത് വളരെ ആവശ്യമാണ്. പരിച്ഛേദന, ഞാൻ പരിച്ഛേദനയേറ്റവനാണ്, നല്ല കാര്യം. പക്ഷെ പരിച്ഛേദന കൊണ്ട് എന്ത് പ്രയോജനം? അത് പുറമേ ബാഹ്യമായി ശരീരത്തിൽ. ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്? അല്ല. നമുക്ക് അടുത്ത ദിവസം കാണാം ദൈവം എന്താ വാസ്തവത്തിൽ ഉദ്ദേശിച്ചത്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന. നിൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തെ പിൻപറ്റുക, അതാണ് യഥാർത്ഥ പരിച്ഛേദന. അപ്പോൾ ബാഹ്യമായ ആചാര അടയാളങ്ങൾ അതിലാശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിൽക്കാം, തലയോർത്തി നിൽക്കാം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാം തീർച്ചയായും വഴിതെറ്റിപ്പോയി. നാം സാരമായ പിഴവ് സംഭവിക്കരുത്, മറക്കരുത്. എന്താണ് ദൈവം അന്വേഷിക്കുന്നത്? ദൈവം എന്താണ് തേടുന്നത്? എന്തിലാണ് പ്രശംസിക്കേണ്ടത്? നാം എപ്പോഴും ഓർക്കണം. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം കൂടുതൽ ഉൾക്കാഴ്ചകളുമായി. റോമലേഖനം 2-ാം അധ്യായം. നന്ദി.